കഷ്ടമാണ്. ഇന്നലെ മേടിച്ച സാരിയാ എലി കരണ്ടി വെച്ചിരിക്കുക. ഞാൻ അടുക്കളയിലോട്ട് ചെന്നപ്പോഴാ ഒരു മുറി തേങ്ങയാണ് എലി കരണ്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ മേടിച്ച ബെഡ്ഷീറ്റ് നോക്കിയാ എലി കരണ്ടി വെച്ചിരിക്കുക. നിങ്ങളൊന്നും കേൾക്കുന്നില്ലേ മനുഷ്യ? ഈ മാസം നല്ലൊരു കറണ്ട് ബില്ല് വരും. ഓ ഇങ്ങനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്ഥിരം ജീവിയുടെ നല്ലൊരു സിനിമ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോയി കാണാം. എന്ത് ജീവി? സ്ഥിരം ജീവി. സ്ഥിരം ജീവി അല്ലടി, ചിരഞ്ജീവി. എന്ത് ജീവിയാണെങ്കിലും നമുക്കൊന്ന് പോയി കാണാം. എത്ര നാളെ ഒരു സിനിമ കണ്ടിട്ട്. എന്റെ കാശില്ല. അല്ലെങ്കിൽ പോട്ടെ, എന്റെ അനിയത്തിയുടെ കല്യാണം അല്ലേ അടുത്ത ആഴ്ച. നമുക്ക് കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴി ആ സിനിമയും കൂടെ കണ്ടിട്ട് വരാം. നിന്റെ അനിയത്തിന്റെ കല്യാണത്തിന് ഞാനില്ല, പോയാ മതി. അനിയത്തിയുടെ കല്യാണത്തിന് ചേട്ടൻ വരുന്നില്ലേ? അതെന്താ ഇങ്ങനെ പറയണേ? ചേട്ടൻ വരാതെ ഞാൻ എങ്ങനെ അനിയത്തിയുടെ കല്യാണത്തിന് പോണത്? ഞാൻ വരണില്ല, അങ്ങ് പോയാ മതി. അതെന്ത് വർത്താനമായത്? ചേട്ടൻ ഇല്ലാതെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാരും ചോദിക്കൂലേ ചേട്ടൻ എന്താ വരാത്തെ? ഞാൻ ചത്തുപോയിന്ന് പറ. അതെന്ത് ഇന്ത് ഇങ്ങനെ പറയണത്? വന്നേ പറ്റുള്ളൂ. എടി അവക്ക് ഭയങ്കര അഹങ്കാരം, അറിയാമോ? രാവിലെ തുടങ്ങിയ രണ്ടും കൂടി. നീ കേക്ക്. നിങ്ങളൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. എന്റെ അനിയത്തിയുടെ കല്യാണമാണ് അടുത്ത ആഴ്ച. ഇങ്ങനെ കല്യാണത്തിന് വരികയെന്നാ പറയുന്നത്. ഇത് എന്താ ഇവിടുത്തെ ന്യായമാണ്? ഇത് എന്താ ചേട്ടാ എന്നും ഇതാണ് ഈ ഇപ്പൊ നോക്കിയാലും നിങ്ങൾക്ക് രണ്ടും കൂടി തല്ലുപിടുത്തുള്ളത്. എടാ എനിക്ക് കല്യാണത്തിന് പോകാൻ സൗകര്യമില്ല, ഞാൻ പോവില്ല. ചേട്ടൻ ചേച്ചിയുടെ അനിയത്തിന്റെ കല്യാണം വരുമ്പോ ചേട്ടൻ പോകണം, അതൊക്കെ മോശമാണ്. നീ ഇതിൽ ഇടപെടരുത്. ഞാൻ പോണില്ല എന്ന് പറഞ്ഞാൽ പോണില്ല. എനിക്കിതിന്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞെന്നുള്ളതാണ്. നിങ്ങൾ വരാത്ത കാര്യം എന്താന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, അവക്ക് ഭയങ്കര അഹങ്കാരമൊന്നേ, ഞാൻ മന്നില്ല. ചേട്ടൻ പോ ചേട്ടാ. എന്താ ഇത്? എന്ത് ബഹളം ഇത്? അവിടെ റോഡിൽ എനിക്ക് അവിടെ കേക്കാന്നേ. എന്താ ചേട്ടാ ഇത്? ചേട്ടൻ കല്യാണത്തിന് പോണം, അതാണ് എന്റെ ശരി. ഇവളുടെ അനിയത്തിയുടെ കല്യാണം എനിക്ക് പോകാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു, ഞാൻ പോണില്ല. ഇതെടുത്ത വന്നേക്കണു വക്കാലത്ത് പിടിക്കും. വക്കാലത്ത് പിടിക്കാൻ വന്നതല്ല, ഞാൻ പറഞ്ഞ എന്താണ്, ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം വന്നു കഴിഞ്ഞാൽ ചേട്ടൻ പോണം. എന്നെ വിളിക്കാത്തോണ്ടല്ല ഞാൻ വന്നേ. അതെ, പുള്ളിക്ക് താല്പര്യത്തിലേക്ക് പോകേണ്ടവർ നമ്മളല്ല. അതല്ല രമേശ, ഞാൻ പറഞ്ഞ എന്താന്നറിയാമോ, ഇപ്പൊ ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം വിളിക്കുമ്പോ ചേട്ടൻ പോകണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. അല്ല എന്തോ അവർ തമ്മിൽ നീരസം കാണുന്നു. അങ്ങനെ ഞാൻ പോണില്ല, എനിക്ക് താല്പര്യമില്ല സുഹൃത്തെ. അല്ല ഞാൻ കല്യാണത്തിന് പോണം ശരിക്കും പറഞ്ഞാൽ. അതെങ്ങനെ? ചേട്ടന് താല്പര്യമില്ലെങ്കിൽ പിന്നെ കല്യാണത്തിന് ചേട്ടൻ പോകണ്ട, പോയതിലും കുഴപ്പമൊന്നുമില്ല. എന്താ രമേശ് പറഞ്ഞോട്, കല്യാണത്തിന് പോകണം, ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം വരുമ്പോ പോകണം. രമേശൻ അങ്ങനെ പറഞ്ഞു കൊടുക്കരുത്, മോശം. എന്റെ സുഹൃത്ത്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങേർക്ക് പോകാൻ താല്പര്യമില്ല പിന്നെ പുള്ളി എന്തിനാ വെറുതെ പോണത്? അതിന്റെ ആവശ്യമുണ്ടോ? ഈ ചേച്ചിയുടെ തങ്കപ്പെട്ട മനസ്സുള്ള ഈ ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം, അപ്പൊ അതിന് പോണം, അതാണ് ഞാൻ പറയണത്. ഇല്ല, പുള്ളിക്ക് താല്പര്യമില്ല പോകണമെന്നുള്ള അഭിപ്രായക്കാരൻ. അങ്ങനെ പറയരുത്, അത് അങ്ങനെ പറയരുതെന്ന് പറയാൻ പിന്നെ അങ്ങനെ പറയണം. ഞാൻ ലൗഡ് സ്പീക്കർ വെച്ച് പറയണം, അങ്ങനെ പറയരുതെന്ന് പറയാനായിട്ട്. ഞാൻ അങ്ങനെ അല്ലല്ലോ നിന്നോട്. അങ്ങനെ പറയല്ലേ, പിന്നെ ഞാൻ എങ്ങനെ പറയണം നിന്റെ മുമ്പിൽ? അല്ല, പുള്ളിയുടെ ഒരു ശരിയായ കാര്യം പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി. പുള്ളിക്ക് താല്പര്യമില്ല, അത് തന്നെ, അത്രേ ഉള്ളൂ. താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണത്തിന് പുള്ളിക്ക് താല്പര്യമില്ല. ഭാര്യയുടെ അനിയത്തിന്റെ കല്യാണത്തിന് പുള്ളിക്കാരൻ പോകണം, ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്തു കൊടുക്കും. ചേട്ടൻ പോകണ്ട, ചേട്ടൻ പോണം. ചേട്ടാ അറിയോ? ചേട്ടൻ പോണില്ല. എന്തിനു പോണില്ല? നീ എന്താ ഈ പറഞ്ഞത്? നീ എന്താ ഈ പറയണത്? എന്ത്? ഞാൻ നിന്നോട് ചേട്ടൻ ആ പുള്ളിയുടെ അനിയത്തിയുടെ ഭാര്യയുടെ കല്യാണത്തിന് പുള്ളിക്ക് താല്പര്യമില്ല, പുള്ളി പോണില്ല. അത്രേ ഉള്ളൂ. ഭാര്യയുടെ അനിയത്തിന്റെ കല്യാണത്തിന് പുള്ളി പോണില്ല. നീ എന്റെ ദേഹത്തോട്ട് കളിക്കണപ്പാ, അതിന് കുഴപ്പമില്ല. നീ വേഷം കെട്ടെടുത്ത് അനിയത്തിന്റെ കല്യാണത്തിന് പുള്ളി പോകണമെന്ന് പുള്ളി തീരുമാനിക്കും, നീ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. പുള്ളി പോണില്ല. ആ പുള്ളി പോകും. പോണില്ലടാ, പുള്ളി പോകുന്നില്ല. അതെ 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 അതെ, നിർത്ത്. എന്താ ഇത്? കൊച്ചു പിള്ളേരാണ്. കൊച്ചു പിള്ളേര് അതല്ലല്ല, പോണോന്ന് പറഞ്ഞാ പോണോ, അതാണ്. പിന്നെ പോകണ്ടെന്നും പറഞ്ഞു കൊടുക്കണല്ലോ എന്താ അർത്ഥം? എനിക്ക് ദേഷ്യം കയറി ഞാൻ ഇടിച്ചു പോറിയാണ്ട്, അതെന്തോ അങ്ങനെ ആയി പോയി. പണ്ട് മുതൽ ആ ബ്ലാക്ക് ബെൽറ്റ് കരാട്ട പഠിച്ചതിന്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. നിങ്ങൾ സുഹൃത്തുക്കളല്ലേ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്താടാ ഇത്? വെറുതെ മോശമല്ലേ? ദിവസം 3 നേരം കണ്ട ആൾക്കാർ തമ്മില് വല്ലവന്റെ മുമ്പിൽ കിടന്നു. അല്ല, ഞാൻ ഈ വേറൊന്നുമല്ല, ചേട്ടൻ കല്യാണത്തിന് എനിക്കും പോണം, അതാണ് ഞാൻ പറഞ്ഞത്. ഞാനല്ല, നീയാണ് കൂടുതൽ വർത്താനം പറഞ്ഞത്. നീ എന്റെ താടിക്കിട്ട് തട്ടി എന്റെ ഇവിടെ സെർബിൽ അടിച്ചു പോയി. അപ്പൊ ഇവിടെ കൊണ്ടുവന്നപ്പോ എന്റെ മെഡിലോമ്പളം കറ്റൊക്കെ ഒരു ഫീൽ ചെയ്തല്ലോ എനിക്ക്. അതിന് കുഴപ്പമില്ല. ആവശ്യമുള്ള കേസാണ് ഇത്. നമ്മൾ ചുമ്മാ എനിക്ക് വേറെ സംഭവം. പിന്നെ ഈ പുള്ളിയുടെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണത്തിന് പോകാൻ പുള്ളിക്ക് താല്പര്യമില്ല, പോകണ്ട. അല്ല, ഞാനതുകൊണ്ടാണ് പറഞ്ഞ ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണം തന്നെ പുള്ളി പോകണില്ലെന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും ആ ഒരു റൂൾ അനുസരിച്ച് പോകണം. അല്ലല്ല, വേറെ കേസുണ്ട്. ഇങ്ങനത്തെ ഭാര്യയുടെ അനിയത്തിന് കല്യാണത്തിന് പോകാൻ താല്പര്യമില്ല പോയി. എടാ അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഭാര്യമാരുടെ അനിയത്തിമാരുടെ കല്യാണം വരുമ്പോ ശരിക്കും ചേട്ടനാണ് ആ സ്ഥാനത്ത് നിന്ന് നോക്കണം. ഇപ്പൊ നിന്റെ അനിയത്തിയുടെ കല്യാണം വരുമ്പോ നോക്കി അയൽവക്കക്കാരാണ് ചെയ്യണം. അല്ലല്ലോ, എന്നെ സംഭവം എന്നറിയാം, എന്തെങ്കിലും അതൊന്നല്ല, പോകാത്ത അതുകൊണ്ടാണ്. അല്ല, പുള്ളി പോകണം, അതാണ് ഞാൻ
നമ്പർ മതി. പോണം പോണം. അത്ര ബലം പിടിച്ച് നമ്മൾ നീ അത് പറയരുത്, പോണം. എന്നാ എനിക്കതൊന്നും കേൾക്കണ്ട. പോണം, അതാണ് അതിന്റെ കറക്റ്റ്. നീ പോടാ. പിന്നെ വെറുതെ നീ ഈയിടെ എന്ത് പറഞ്ഞ പോണം പോണം പോണം, അതാണ് അത് ശരി. പുള്ളിക്ക് താല്പര്യമില്ല, പുള്ളി പോകണ്ട. ചേട്ടൻ പോണം ചേട്ടാ. ചേട്ടൻ പോകണ്ട ചേട്ടാ. പിന്നെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. ചേട്ടൻ പോണം ചേട്ടാ. അതല്ല പിന്നെ ചേട്ടൻ പോകണ്ട. ചേട്ടൻ പോ ചേട്ടാ. അതെങ്ങനെയാണ്? ആ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പുള്ളിയുടെ കല്യാണത്തിന് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞില്ല, ഒരു 1000 തവണ പറഞ്ഞില്ല പുള്ളി. അതെന്താ പുള്ളി പറഞ്ഞില്ലല്ലോ, നീ പറഞ്ഞു പറയിപ്പിക്കാൻ നോക്കണല്ലോ. പുള്ളി പോണില്ല. എന്ത് പുള്ളി പോകും? പിന്നെ ആദ്യമേ എന്റെ ഇവിടെ ഇട്ട് തട്ടി, അത് ഞാൻ ക്ഷമിച്ച്. നീ എടാ ചേച്ചി, ചേച്ചിയുടെ അനിയത്തിന് കല്യാണം നടക്കൂല. അയ്യോ അതെന്താ? അവളാരാ എന്നെ കൂടെ ഒളിച്ചോടി പോയി. അയ്യോ. അത് പറയാണ് ഞാൻ വന്നത്. ഞാൻ വന്നു. നിന്റെ അല്ലേ അനിയത്തി? അല്ല ഇവന്മാർക്ക് ഇത് എന്തിന്റെ ഭ്രാന്ത്? നമുക്ക് പോവാം. സരസു, സരസു, ചേട്ടാ ഞാനിവിടെ. എന്റെ പൊന്നെ ചക്കര എന്തുവാ ഇത്? ചേട്ടൻ വാങ്ങിച്ചതാ? നീ എന്നോട് എപ്പോഴും പറയാറില്ല നിനക്കൊന്നും ഞാൻ വാങ്ങിച്ചേരുന്നില്ല എന്ന്. നിന്റെ മനസ്സ് മനസ്സിലാക്കി നിനക്ക് എന്തെങ്കിലും വാങ്ങിത്തരണമെന്നും പറഞ്ഞ് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇന്ന് ഒത്തിളങ്ങി കിട്ടി 30,000 രൂപക്ക് 33,000 രൂപ 60 പൈസ. 33,600 പറഞ്ഞു. ഞാൻ 32,100 കൊടുത്തു, നിനക്കായിട്ട് മേടിച്ചത്. ഇതിനൊക്കെ കാശ് എവിടുന്നാ? 2 ബാങ്കിൽ നിന്ന് 3 ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാങ്ക് മാനേജർ എന്റെ കൂടെ പഠിച്ചാണ്. അപ്പൊ അയാൾ പറഞ്ഞു എന്തിനാണ് നിങ്ങൾ അലഞ്ഞു കിടക്കുന്നത്, നിങ്ങൾക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. നിന്റെ അച്ഛനും അമ്മ ഉണ്ടല്ലോ അത്, അത് കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്നത്. മരുമോൾക്ക്, അതായത് മരുമോൾക്കൊന്നും മേടിച്ചു കൊടുക്കുന്നില്ലെന്നായിരുന്നു എന്റെ അമ്മയുടെ പരിപാടി. ഇനിയിപ്പോ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക, 30,000 രൂപയുടെ മൊബൈലാണ് മേടിച്ചു കൊടുത്തിരിക്കുന്നത്. 300-260. പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ക്യാമറ ഉണ്ട്, ഒരുപാട് ഒരു പാട്ട് കേൾക്കാം. പിന്നെ ഇതില് പടമൊക്കെ ഇതിനകത്ത് നമ്മള് തിയേറ്ററിൽ പോകണ്ട. പിന്നെ ചേട്ടനൊക്കെ പഠിച്ചോ? ഞാൻ പഠിച്ചിട്ടില്ല. നമുക്കറിയാവുന്ന ആരെങ്കിലും വിളിച്ചു നോക്കിയിട്ട് നമുക്ക് എന്റെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പഠിക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിന്നോട് അതുകൊണ്ട് സത്യം ഞാൻ പറയാൻ പോകുന്നു. ഇത് നിന്റെ കൂട്ടുകാരികളോട് പറഞ്ഞിരിക്കണം. 30,000-ക്കാൾ കൂടുതൽ വിലയുണ്ടെന്ന് പറയണം. പിന്നെ ഇത് എനിക്ക് കിട്ടിയതാ, കളഞ്ഞു കിട്ടിയതാ, മോഷ്ടിച്ചതല്ല. അമ്മേനെ മോഷ്ടിച്ചത് നിന്റെ അച്ഛൻ. ഞാൻ പറയണത് അങ്ങോട്ട് കേക്ക്. ഇതെനിക്ക് വഴി കിടന്ന് കളഞ്ഞു കിട്ടിയത്. ഞാൻ എടുക്കാതെ കുറെ തവണ ശ്രമിച്ചു നോക്കി. പിന്നെ ആരും എടുക്കാതെ വന്നപ്പോൾ ഞാൻ എടുത്തോണ്ട് വന്നു. അമ്മച്ചാണ് ഞാൻ നമ്മൾ മാത്രമേ അറിയാൻ പാടുള്ളൂ. വഴി കിടന്ന് വിലപിടിപ്പുള്ള ഒരു മൊബൈൽ കിട്ടിയിട്ട് ഞാൻ നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഒരാൾ വരെ നമ്മൾ ആരെ പിടിക്കണം? നമുക്ക് ഒരു പേടിയില്ല. ഹലോ ചേട്ടാ, അതെ ചേട്ടന്റെ കയ്യിലിരിക്കുന്ന ഫോൺ എന്റെ ഫോൺ പ്ലീസ്. മൊബൈലിന്റെ നിങ്ങളുടെ എണ്ണ, നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ കയ്യിൽ കാണൂലേ? ഇത് എന്റെ മൊബൈലാ, അയാളുടെ ആണ് കൊടുക്കണോന്ന്. അതെ, ഞാൻ പറയണ പോലെ പറ. അവനവന്റെ സാധനം അവനവൻ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ പറഞ്ഞൊക്കെ ഉണ്ടാ. അവനവന്റെ സാധനം സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അതെ, അവനവന്റെ സാധനം അവനവൻ സൂക്ഷിച്ചുപയോഗിക്കണോന്ന്. അത് മറ്റുള്ളവരെ കൊണ്ടുപോയി ഉപയോഗിക്കുന്നു. അവനവന്റെ സാധനം അവനവൻ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടു കടന്ന് ഉപയോഗിക്കും. മനസ്സിലായ? ഹലോ പ്ലീസും അതെ ഒന്ന് തിരിച്ചു തരണം പ്ലീസ്. ഇനി വിളിക്കരുത് കേട്ടോ, ഇനി ബുദ്ധിമുട്ടിക്കല്ലേ.
ഇത്തിരി തിരക്കില്ല. ഇനി അയാളുടെ ശല്യം ഉണ്ടാവില്ല. വെക്കല്ലേ, അയാളുടെ ഫോണാണ്. നിങ്ങൾ എവിടെ ഉണ്ട് അങ്ങോട്ട് കൊണ്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അയാൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. നീ ഒരു കാര്യം ചെയ്യും, ഇത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഓഫ് ചെയ്യേ, അല്ലെങ്കിൽ ഇതിന്റെ മറ്റേ ബാറ്ററി ഊരിയിട്ട് ഫ്രിഡ്ജിൽ ഒരു പ്ലാസ്റ്റിക്കിൽ പോയി വെച്ചു. അല്ല ഫ്രിഡ്ജ് വെച്ചാൽ ചീത്തയാവത്തില്ലേ? എടി പൊട്ടി സാധനങ്ങൾ കേടാകാതിരിക്കാനല്ലേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണത്. അപ്പൊ ഇതെടുത്ത് അങ്ങോട്ട് വെക്കുക, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതി. പിന്നെ നിന്റെ കൂട്ടുകാരികളോട് പറയുമ്പോ ഏട്ടൻ വായിച്ചു എന്നാ പറഞ്ഞു. 30,300 പിന്നെ വേറെ ആര് ചന്ദ്രു തങ്കപ്പനമ്മ ചന്ദ്രുവനുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞ ഞാൻ പോകും പുറത്ത്. ഓടി വന്നെ കണ്ടല്ലോ. ഞാനേ അതെ വയറിന് നല്ല സുഖമില്ല, അപ്പൊ ഞാൻ വന്നു. അപ്പൊ ചേച്ചിനും കൊണ്ട് ആരെങ്കിലും പോയാ എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങള് ഇവിടെ പോവാൻ നിൽക്കണേണ്. ഇതുണ്ട് സിനിമയ്ക്ക് പോവാൻ വേണ്ടിട്ട് ഇവളോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഇവള് എടുത്തൊരുങ്ങി വന്നപ്പോ താമസിച്ചു. അപ്പൊ ഞാൻ വണ്ടി വിളിക്കാന്ന് പറഞ്ഞു പോയാ. അല്ല എന്നാ ശരി. അപ്പൊ ഞാൻ ആരുമില്ല. അപ്പൊ ഞാനപ്പൊ ഇവക്കൊരു ഇത് മേടിച്ച് മൊബൈല് മൊബൈൽ മേടിച്ചാ നല്ല. അപ്പൊ ഇവള് പറയുമല്ലോ എപ്പോഴും അല്ല കാശിന് ഭയങ്കര ടൈറ്റ് ആണെന്നാ മേടിക്കണമെന്നൊക്കെ. ഇത് മറ്റേ ലോട്ടറി സിക്കിം ബൂട്ടാന്റെ ഒരെണ്ണം അടിച്ച് അത് 60 രൂപ. നല്ല സാധനമാണിത്. 20,000 കാണൂല. അതിനാണ് 14,000 ഉണ്ട്. പക്ഷെ പുറത്ത് പറയാൻ നമുക്ക് ഈ ഇതിന്റെ വില നല്ല കോസ്റ്റ്ലി. കമ്പനി ആദ്യമായിട്ട് ഇറക്കിയേക്കുന്നത് അതാണ്. ഞാൻ പറഞ്ഞില്ല നല്ലതാണ്. ഇതിനെ ബ്ലൂടൂത്ത് ഉണ്ട്, ക്യാമറയുണ്ട്, 2GB 2 മെമ്മറി കാർഡ് ഉണ്ട്. ഇപ്പൊ നമുക്ക് സിനിമയൊക്കെ കാണണമെങ്കിൽ കാണാലോ. സിനിമ ഞാൻ പറഞ്ഞില്ലടി, ഇന്നത്തെ ഒരു സാധനം എന്റെ ഇടയിൽ വെച്ച് കയറ്റി അത് ഇട്ടിട്ട് നമുക്ക് സിനിമ കാണാം. നമ്പർ എത്രയാണ് ഇത്? പിന്നെ നമ്മുടെ നമ്പർ അത് ഈ ഓർമ്മയിൽ വെക്കൂല. ഈ പല പല കാര്യങ്ങളാണല്ലോ. എന്ത് 9 ഇതിന്റെ നമ്പർ പറഞ്ഞു എനിക്കൊന്ന് പിടിയാനോ. 9 വിളിക്കാല്ലോ. ഇതിന്റെ 94,508,410 498 11 നമ്പർ ഉണ്ടല്ലോ. ഒരെണ്ണം 10 വേണ്ട. 7, 8, 9, 10 9 പിന്നെ 1 9 നമ്പറിലാവുള്ളൂ. 10 2 3 4. ഒരു കാര്യം ചെയ്യും, ചേട്ടൻ എന്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ വിട്ട്. ഏതില്? ആ നമ്പർ ഇങ്ങോട്ട് വന്നു. ഏത്? എന്റെ നമ്പർ എടുത്തു. 98 47 63 55 839 അടി പപ്പ. അതിനെന്താ കാര്യം? അതേ വന്നു. ഓക്കെ നമ്പർ കിട്ടി. അപ്പൊ ഇത് സംഭവം അറിയാവോ? ഇതിന്റെ ഇല്ല ഇതറിയാം. കുത്തിയിട്ട് മറ്റവരെ വിളിക്കണ പരിപാടി. അങ്ങനെ വിളിക്കാൻ പറ്റൂല. നമ്മളിപ്പോ ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഉണ്ടല്ലോ അവിടെ നമ്പറിൽ ഡയൽ ചെയ്യണം. അപ്പൊ ആരെയാണ് വിളിക്കേണ്ടത്? ഇങ്ങനെ ചില നമ്പർ അവിടെ വേണ്ട, ഇത് എന്നെ പിടിച്ചാൽ മതി. അല്ല ചേച്ചിയാണല്ലോ പഠിക്കേണ്ടത്. അതെ ഞാൻ പഠിച്ചിട്ട് ചേട്ടനെ പഠിപ്പിച്ചു തരാം. അല്ല ഞാൻ നമ്മൾ ആരെയാണ് ഡയൽ ചെയ്യണം അവരെങ്ങനെ വിളിച്ചിട്ട് ഈ പച്ച സ്വിച്ച് വേണ്ട, പച്ച സ്വിച്ചിൽ മേലെ ഇതിലെ പഠിച്ചിട്ട് മാറി പച്ച സ്വിച്ച് ഇതിൽ പിടിച്ച് ഇങ്ങനെ നമ്മൾ കോൾ ചെയ്യണം. കോളിട്ട് ഹലോ ഷാജിയാണോ? ഞാൻ പറഞ്ഞില്ലടാ നമ്മുടെ അടുത്തൊരു ചേച്ചി ഉണ്ടെന്ന്. അവരുടെ നമ്പറാണ്. ആ ഓക്കെ. അല്ല ഞാൻ ഇപ്പൊ വിളിക്കില്ല. അയാളിവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ അതാണ് സംഭവം. ഇപ്പൊ എന്റെ കൂട്ടുകാരനെ വിളിച്ചേ. അപ്പൊ നമ്പർ കൊടുത്താണ്. ഇത് നിങ്ങൾ ഫോൺ മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല, ആരെങ്കിലും നിങ്ങൾ വിളിക്കണ്ടേ? വിളിക്കണം. അതാണ് നമ്മളെ വിളിക്കണമല്ലോ. അപ്പൊ നമ്മൾ ഈ നമ്പർ കൊടുക്കണം. എന്താണെന്നറിയാമോ? ഇതിൽ ഈ മെസ്സേജ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ഇപ്പൊ ചേച്ചിയുടെ ചേട്ടന്റെ മക്കൾക്ക് അല്ലെങ്കിൽ അമ്മാവന്റെ മക്കൾക്ക് ആർക്കെങ്കിലും മെസ്സേജ് ഉണ്ട്, നമ്മൾ ഈ സ്വിച്ച് പിടിക്കണം. അങ്ങനെ വെക്കണം. ചേട്ടാ ഞാൻ പഠിക്കട്ടെ ചേട്ടാ. മെസ്സേജ് വിടാൻ എന്നാ കുത്ത് ആ പച്ചേല് അതിന് അവിടെ മെസ്സേജ് വരും. നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിച്ചാ മതി. ഇതെന്താ ചേച്ചിനെ പഠിപ്പിച്ച് കൊടുക്കട്ടെ? ഇത് എന്ത് ചാകാൻ മാറും. നമ്മൾ ആരും പഠിച്ചാലും മതിയല്ലോ. അതായത് ഇത് ഇവിടെ കരുക്ക് അടപ്പത്തിട്ടിട്ട് പിന്നെ ഇവിടെ വന്നിരുന്നിട്ട് അത് കരിഞ്ഞു പോകില്ലേ? അല്ല അത് പിന്നെ നോക്കാം ചേട്ടാ. നമ്മൾ ഈ മെസ്സേജ് വിടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാം? അല്ല ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ മെസ്സേജ് ഇത് ഇങ്ങനെ അങ്ങോട്ട് പോകും. അങ്ങനെ പോവല്ലേ? അങ്ങനെ പോയാൽ ശരിയാവൂല. ഇത് ഞാൻ പറയാം. നീ ഞങ്ങക്ക് പോകണ്ടേ? നമുക്ക് ഇവിടെ പോകാം. മരിപ്പ് മരിച്ചു കിടക്കണം. അവിടെ ഒന്ന് പോകണം. അപ്പൊ ഏകദേശം സംഭവങ്ങളൊക്കെ മനസ്സിലായല്ലേ? പിന്നെ ഇത് നമ്മുടെ കൂട്ടുകാരൻ എടുക്കണം. ഹലോ, ഞാൻ പറഞ്ഞില്ല അവനവന്റെ ഉപയോഗിച്ചിട്ട് മതിയായിട്ടുള്ള സാധനം മറ്റുള്ളവർക്കൊണ്ട് ഉപയോഗിപ്പിക്കരുത്. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കേണ്ടവർ മറ്റുള്ളവർ കൊണ്ടുവന്ന് ഉപയോഗിക്കും. സാർ പ്ലീസ് ഉപദ്രവിക്കല്ലേ. അല്ല നിങ്ങളുടെ അല്ല ഇത് എന്റെയാണ്. അല്ലല്ല ഞാൻ ഇന്നെടുത്തേ ഉള്ളൂ. ശരി ഇല്ല പരാതി കൊടുത്തു. എനിക്കെന്താ കുഴപ്പം? സാറേ അല്ല, നമ്മളല്ല, മലയാളി അല്ല ഞാൻ, അത്രേ ഉള്ളൂ. ഔട്ട് ഓഫ് അതെ ഓക്കെ താങ്ക് യു. ഓക്കെ സാർ
ആള് പിന്നെയും വിളിക്കുന്നു. ആള് ഇത് സൂക്ഷിച്ചു കൊണ്ടു നടക്കണം. അതെ. സാധനം മോഷണം പോണ വഴിയറിയാം. ഇത് എവിടെ മോഷണം പോയാലും ഉണ്ടല്ലോ ഇപ്പൊ ഇത് പിടിക്കാൻ പറ്റിയ ഭയങ്കര സംഭവം ഉണ്ട്. സൈബർ സെൽ വഴി ബന്ധപ്പെടും. എങ്ങനെ? ഇതിപ്പോ നമ്മളിപ്പോ മൊബൈൽ ആരെങ്കിലും അടിച്ചിട്ട് പോകുന്നാലുണ്ടല്ലോ, ഈ സൈബർ സെൽ എന്നുള്ള പരിപാടിയുണ്ട്. അപ്പൊ അവര് മുഖേന ബന്ധപ്പെട്ട് നമ്മൾ ഏത് ടവറിന്റെ പരിധിയിലാണ് നിൽക്കുന്നത് അവിടെ വന്ന് പോലീസുകാർ പൊക്കും. അതുകൊണ്ട് ഇത് പോകാൻ സൂക്ഷിച്ചോളണം. പക്ഷെ നമുക്ക് സൈബർ സെൽ വഴി പിടിക്കാം. എന്നാലും ഞാൻ പറഞ്ഞാണ് പോകാൻ സൂക്ഷിച്ചോളാം കേട്ടാ. അപ്പൊ ഓക്കെ ചേച്ചി മെസ്സേജ് വിടണം. വല്ലപ്പോഴും വല്ല മെസ്സേജ് ഒക്കെ വിടണം. ഓക്കെ കേട്ടാ. അവൻ പറഞ്ഞ കേട്ടോ, അവന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് ഒരാളുടെ മോഷ്ടിച്ച പോലെയാണ്. സൈബർ സെല്ല് വഴി നമ്മളെ പിടികൂടും, സെല്ലിൽ കയറ്റും. അല്ല ചേട്ടാ, നമുക്ക് കളഞ്ഞു കിട്ടിയോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നമുക്ക് കളഞ്ഞു കിട്ടി, നമ്മൾ അന്വേഷിച്ചിട്ട് പോയെടുത്തല്ല, നമുക്ക് വഴി കിടന്ന് കിട്ടി. എടുക്കാതിരുന്ന വേറെ ആൾ കൊണ്ടുപോകും. എന്നാലും അങ്ങേർക്ക് എന്തോ ഒരു സംശയം പോലെ. അവനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അവൻ എന്നെ കുറിച്ച് എന്താണ് അവന് സംശയം? കളയിക്കോളൂ. അതേ നമ്പർ എടുക്ക് എടുക്ക് എടുക്ക്. എന്താ പറഞ്ഞു നിന്റെ മറ്റേ ഉപയോഗിച്ചു? അത് തന്നെ വീണ്ടും പറ. എന്തെന്നാ? അവനവൻ ഉപയോഗിക്കേണ്ട സാധനം സൂക്ഷിച്ച് അവനവൻ ഉപയോഗിച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവർ കൊണ്ടുവന്ന് ഉപയോഗിക്കും. ഹലോ, ആ സാറേ, അതെ അതെ ഞാൻ തന്നെ. സാർ അവനവൻ ഉപയോഗിച്ചിട്ട് കൊണ്ടുനടന്ന് ഉപയോഗിക്കണം. അവനവന്റെ സാധനം സൂക്ഷിച്ച് ഉപയോഗിക്കും. ഒന്നുകൂടി പറയാം കേട്ടോ. അവനവൻ കൊണ്ടുനടന്ന് അവനവൻ ഉപയോഗിക്കുന്ന സാധനം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടുനടന്ന് ഉപയോഗിക്കും. അതെ, ഓ അതെ. ഇല്ലില്ല, ഞാൻ അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത് തന്നെ ഒന്നുകൂടി പറഞ്ഞു. ഞാനൊന്ന് പുറത്തേക്ക് പോണേ. പരിചയമില്ലാത്ത ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നീ അകത്തേക്ക് കയറ്റണ്ട. അഥവാ ഇനി ബലം പ്രയോഗിച്ച് അകത്ത് കയറിയാ നീ പുറത്തിറങ്ങിക്കണം. രണ്ടുപേരും കൂടെ അകത്ത് നിൽക്കരുത്. ശ്രദ്ധിച്ചാൽ നിനക്ക് നല്ലത്. അപ്പൊ ഞാൻ പോണേ. അല്ല ചേട്ടൻ ഫോണും കൊണ്ട് പോകുന്നോ? ചേട്ടൻ ഈ ഫോണും കൊണ്ട് റോട്ടിൽ കൂടെ പോകുന്നത് ആ ഓണറങ്ങാനും കണ്ടാ ഇത് മേടിച്ചെടുക്കത്തില്ലേ? അത് ശരിയാണല്ലോ. അപ്പൊ ഇത് ഇവിടെ വച്ചിട്ട് പോവും. ശരിയാണ്. ചിലപ്പോ ഇതും കൊണ്ട് പോണത് മറ്റവൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മോഷിച്ചാന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ നടക്കേണ്ടി വരും. ചോദിക്കട്ടെ. പിന്നെ നേരത്തെ അവൻ വിളിച്ചാൽ അവനവൻ ഉപയോഗിക്കുന്ന സാധനം അവനവൻ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടുനടന്ന് ഉപയോഗിക്കും. ഓക്കെ, ശരി ചേട്ടാ. ശോഭേ, 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 വിളിച്ചെവിടെ പോയി? വല്ലതും പോയി പൊങ്ങിക്കിടക്കണ അതും ശോഭേ. ഇല്ല ചോദിച്ചി അപ്പുറത്തെ നോക്ക്. അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോട് വർത്താനം പറഞ്ഞിരിപ്പുണ്ടാവും. പോയി ഞാൻ അവിടെ ആരുമില്ല. ഇത് അവിടെ പോയി ചോദിച്ചേച്ചി. അയ്യോ എന്റെ ദൈവമേ, ചോദിച്ചേച്ചി ഗണത്തി നോക്കിയാ? നീ പോവേ, മനുഷ്യൻ ആദ്യം നിന്നിരിക്കണ. അല്ല ഫോണല്ലേ കയ്യില്? ഫോൺ അവളുടെ കയ്യിലാണ്. വിളിച്ചു നോക്കിയാ പോരെ? നമ്പർ എന്തേലുണ്ട്. ആ അത് മതിയല്ല. അയ്യോ ഉറങ്ങണ രാത്രി ആകുമ്പോഴേക്കും. അതെ, ബെല്ലുണ്ട്. സംസാരിക്കും. എടി നീ എവിടെയാണ്? എടിയല്ല, എടൻ. എടനാണെന്നാ? എടോ, തന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞു എന്റെ ഫോൺ താന്ന് താൻ തന്നില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്തോ? ഫോൺ എനിക്ക് വേണ്ട, ഫോൺ എടുത്തോ. എന്റെ ഭാര്യ എന്തേ? ഇത് തന്നെ എനിക്കും തന്നോട് പറയാനുള്ളത്. അവനവന് വില പിടിപ്പുള്ള സാധനം അവനവൻ സൂക്ഷിക്കണം. ഇല്ലെങ്കിലേ അത് മറ്റുള്ളവൻ കൊണ്ടുനടന്ന് ഉപയോഗിക്കും. ഓടുന്നു. ഇതൊന്നും അല്ല എന്റെ ഇരിക്കുന്ന ഫോൺ. ഇതുപോലത്തെ പല 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 ടൈപ്പ് ഫോണുകളുണ്ട്. ഓക്കെ, പിടിച്ചിരുന്നോട്ടാ. എന്താ പറഞ്ഞു? അവനവൻ ഉപയോഗിക്കേണ്ട സാധനം അവനവൻ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടുനടന്ന് ഉപയോഗിക്കും.